ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്. രാജ്യത്തുടനീളം VBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് VBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോ കെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാ തീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ $48.17 ബില്യൺ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി, ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി
1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്നു മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SCID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോങ്കോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198ാമത് യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 വർഷത്തേക്കു കൂടി നീട്ടിയിട്ടുണ്ട്. ESICയുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESICയും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത്, നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് ജൂലൈ 6 മുതൽ പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയൻകീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും.
കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.